കുഞ്ഞൻ പുസ്തകങ്ങൾ രചിച്ച് അന്താരാഷ്ട്ര തലത്തിൽ നിരവധി റെക്കോർഡുകൾ കരസ്ഥമാക്കിയ സത്താർ ആദൂരിന്റെ ഹൈക്കു കവിതകൾ മലയാള സാഹിത്യത്തിൽ ന്യൂ ജനറേഷൻ സമാഹാരമായി മാറുന്നു. ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ സത്താർ ആദൂരിന്റെ കുഞ്ഞു പുസ്തകങ്ങൾ വലുതാക്കിയപ്പോൾ അതും തരംഗമായി മാറുകയാണ്. 1 സെന്റിമീറ്റർ മാത്രം നീളമുള്ള വൺ എന്ന സമാഹാരത്തിലെ 66 വ്യത്യസ്ത ഭാഷാ കവിതകളും 1.5 സെന്റിമീറ്ററിലുള്ള 50-50യിലെ ഇംഗ്ലീഷ് കവിതകളും മാതൃഭാഷയായ മലയാളത്തിലേക്ക് മാറ്റി തിരഞ്ഞെടുത്ത ഹൈക്ക് കവിതകൾ എന്ന പേരിൽ വലിയ പുസ്തകമാക്കി ഗ്രീൻ ബുക്സ് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ്. മലയാളത്തിലെ ആദ്യത്തെ മൌലിക ഹൈക്ക് സമാഹാരമായി കണക്കാക്കാവുന്ന ഈ കൃതി പ്രകാശനം കഴിഞ്ഞ ദിവസങ്ങൾ പിന്നിടുമ്പോഴേക്കും പകുതിയോളം പുസ്തകങ്ങൾ വായനക്കാർ സ്വന്തമാക്കി കഴിഞ്ഞു. കുറഞ്ഞ വാക്കുകൾ അഞ്ചിൽ കുറഞ്ഞ വരികളിൽ ഒതുക്കി രചന നടത്തുന്ന ഹൈക്കു രീതിയാണ് സർക്കാർ തന്റെ ചെറിയ പുസ്തകത്തിൽ ഉടനീളം പരീക്ഷിച്ചത്. 2008, 2009, 10, 12 വർഷങ്ങളിൽ 1 ഇഞ്ചിന്റെയും 1.5 ഇഞ്ചിന്റെയും 1 സെന്റിമീറ്ററിന്റെയും 1.5 സെന്റിമീറ്ററിന്റെയും പുസ്തകങ്ങൾ സ്വന്തമായി പ്രസിദ്ധീകരിച്ച് 1000-ലധികം കോപ്പികൾ സൌജന്യമായി വിതരണം ചെയ്ത് ഈ ശാഖയെ ജനകീയമാക്കുകയായിരുന്നു സത്താർ ആദൂർ. നഗ്നനേത്രങ്ങൾ കൊണ്ട് വായിക്കാൻ സാധിക്കുന്ന തരത്തിൽ രചന നടത്തിയിട്ടുള്ള ഈ പുസ്തകങ്ങൾ അമേരിക്കയുടെ റെക്കോർഡ് സെന്റർ, ബ്രിട്ടന്റെ റെക്കോർഡ് ഹോൾഡേഴ്സ് റിപ്പബ്ലിക്, ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ ബുക്സ് ഓഫ് റെക്കോർഡ്സ്, യൂണിക് വേൾഡ് റെക്കോർഡ്സ്, ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ്, മിറാക്കിൾസ് വേൾഡ് റെക്കോർഡ്സ്, ഏഷ്യ വേൾഡ് റെക്കോർഡ്സ് എന്നിവയിൽ ഇടം നേടിയിട്ടുണ്ട്. കൂടാതെ ലിംക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഹാട്രിക് നേട്ടം കൈവരിച്ച ഏക മലയാളിയായി മാറാനും ഇത് വഴിയൊരുക്കി. സ്വന്തം നാട്ടുകാരായ 50-ൽ പരം വ്യക്തികളെ കഥാപാത്രങ്ങളാക്കി നാട്ടിൻപുറ ഭാഷയിൽ രചിച്ച മഹല് എന്ന 264 പേജുള്ള വലിയ നോവൽ ദ്രാവിഡ കലാസാഹിത്യ പുരസ്കാരത്തിനും ഉള്ളം നോവൽ പുരസ്കാരത്തിനും അർഹമായിരുന്നു. മലയാള സാഹിത്യത്തിലെ ന്യൂ ജനറേഷൻ സമാഹാരത്തിന് ലഭിച്ച അംഗീകാരം സത്താർ ആദൂരിന് സാഹിത്യത്തിൽ പുതുമയുള്ള ആശയങ്ങൾ കണ്ടെത്താൻ പ്രചോദനം നൽകിയിരിക്കുകയാണ്. TCV, എരുമപ്പെട്ടി.